ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ എങ്ങനെ ഒരു വാഹനം റോഡ് ടെസ്റ്റിൽ എളുപ്പത്തിൽ ഓടിച്ച് പാസ്സാകാം എന്നുള്ളതാണ്. വണ്ടി ഓടിച്ച് തന്നെ കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് പിന്നിലെ കാര്യം, നമ്മുടെ ചാനലിലുള്ള ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഫെയിലായി പോകുന്നു. ആത്മവിശ്വാസത്തോടെ പേടിയില്ലാതെ നമുക്ക് എങ്ങനെയാണ് ഒരു റോഡ് ടെസ്റ്റിൽ എളുപ്പത്തിൽ വാഹനം ഓടിച്ച് പാസ്സാകാൻ കഴിയുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിനുവേണ്ടി പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം? തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വാഹനം ഓടിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ തന്നെ റോഡ് ടെസ്റ്റ് പാസ്സാകാൻ കഴിയുന്നതാണ്. ഞാൻ വണ്ടി ഓടിച്ച് തന്നെ കാര്യങ്ങൾ കാണിച്ചു തരാം. അതിനു മുന്നേ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ഒന്ന് ഓർമ്മിപ്പിക്കാം. അതായത്, നമ്മളൊരു റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളുടെ വാഹനം ഒരു കാരണവശാലും വാഹനം സ്റ്റാർട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഓഫാകാൻ പാടില്ല. വണ്ടി നിർത്തേണ്ട സാഹചര്യങ്ങളിൽ പിന്നീട് വാഹനം ഓഫാക്കി നിർത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വാഹനം ഓടിക്കുന്ന അവസരങ്ങളിൽ വണ്ടി ഓഫാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഫുട് പെഡലിൻ്റെ കൺട്രോളിങ്, അതായത് ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്ററിൻ്റെ കൺട്രോളിങ് കൃത്യമായിട്ട് ഒരു ബാലൻസോടെ ചെയ്യണം. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ പൊക്കം കൂടിയ ചെരുപ്പുകളൊക്കെ ഒന്ന് ഉപയോഗിക്കാതെ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് വാഹനം ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ കനം കുറഞ്ഞതായിട്ടുള്ള ചെരുപ്പുകളൊക്കെ ഇട്ട് നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോഴായിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക ഒരു ബാലൻസോടെ നിങ്ങളുടെ ഫുട് പെഡലുകൾ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ തുടക്കക്കാർ വാഹനം ഓടിക്കുന്നത് കൊണ്ട് തന്നെ പൊക്കമുള്ള ചെരുപ്പുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫുട് പെഡലുകൾ കൃത്യമായിട്ടുള്ള ഒരു ബാലൻസോടെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. ഇനി റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ വണ്ടി ഓടിക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം. ഒപ്പം സിഗ്നലുകൾ എങ്ങനെ കൃത്യമായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ പറയുന്ന പോയിന്റുകൾ കൃത്യമായിട്ട് നിങ്ങൾ ഓരോന്നായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനനുസരിച്ച് നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. ഓർത്ത് വെച്ചതിന് ശേഷം വണ്ടി ഓടിക്കുമ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ വാഹനത്തിൽ കയറിയാൽ ഉടൻ തന്നെ ആദ്യം ചെയ്യേണ്ടത്, ഒന്നാമത്തെ പോയിന്റ്, സീറ്റ് ബെൽറ്റ് ഇടുക. ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ നിങ്ങൾ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഫെയിലായി പോകും. അതുകൊണ്ട് തന്നെ സീറ്റ് ബെൽറ്റ് ഇടുക. ഇതാണ് ആദ്യത്തെ ഒരു പോയിന്റ്. സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ വാഹനത്തിൻ്റെ മിറർ കൃത്യമായിട്ടും അഡ്ജസ്റ്റ് ചെയ്താണോ ഇരിക്കുന്നതെന്ന് നോക്കുക. ഓൾറെഡി തന്നെ നിങ്ങളുടെ വാഹനത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, റോഡ് ടെസ്റ്റ് ഓടിച്ച ഒരാളുണ്ടെങ്കിൽ കൃത്യമായിട്ട് മിറർ അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും ഇരിക്കുന്നത് എങ്കിൽ പോലും നിങ്ങൾ കൃത്യമായിട്ടും ഇതൊന്ന് ചെക്ക് ചെയ്യുക. അതായത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള റിയർ വ്യൂ മിറർ കൃത്യമായിട്ട് വണ്ടിയുടെ ബാക്ക് കാണാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ലെഫ്റ്റ് സൈഡിലെ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. റൈറ്റ് സൈഡിലെ മിറർ നിങ്ങൾ കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വാഹനം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബ്രേക്ക് കാല് വെക്കുക, ക്ലച്ച് ചവിട്ടിയിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യുക. വണ്ടിയുടെ ഗിയർ ന്യൂട്രൽ ആണെങ്കിൽ ബ്രേക്ക് കാല് വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി. നിങ്ങൾ ഇനി അത് നോക്കണ്ട, ക്ലച്ചും ബ്രേക്കും ചവിട്ടിക്കൊണ്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ വാഹനം സ്റ്റാർട്ടായതിനു ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, ഹാൻഡ് ബ്രേക്ക് ഓൾറെഡി വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ, ഹാൻഡ് ബ്രേക്ക് ഓൺ ആണെങ്കിൽ കൃത്യമായിട്ട് അത് ഓഫ് ചെയ്ത് കൊടുത്തിരിക്കണം. ഇത് പലർക്കും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. കാരണം ഓൾറെഡി ഒരാൾ റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തതിന് ശേഷം വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അടുത്തയാൾ വാഹനം ഓടിക്കാൻ എടുക്കുമ്പോൾ ചിലപ്പോൾ ഈ ഒരു കാര്യം മറന്നു പോകും. അതുകൊണ്ട് തന്നെ ഹാൻഡ് ബ്രേക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുത്തിരിക്കണം. നമ്മളുടെ വാഹനം റോഡിന്റെ ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റോഡിലേക്ക് പ്രവേശിക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുക. അതായത് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് വാഹനത്തിൻ്റെ മീറ്റർ കൺസോളിൽ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ കാണാം. ഇതിന് ശേഷം നിങ്ങൾ റൈറ്റ് സൈഡിലേക്കുള്ള ഹാൻഡ് സിഗ്നലും കൂടെ കാണിക്കുക. ഹാൻഡ് സിഗ്നൽ ഇത് ഈ ഒരു രീതിയിലാണ്. അതായത് നിങ്ങളുടെ കൈയുടെ വെള്ള റോഡിന് മുന്നിലേക്ക് വരുന്ന രീതിയിൽ, അതായത് ഈ ഒരു രീതിയിൽ നിങ്ങൾ റൈറ്റ് സൈഡിലേക്കുള്ള ഹാൻഡ് സിഗ്നൽ കാണിച്ച് വേണം വാഹനം മുന്നോട്ടെടുക്കാൻ. വാഹനം മുന്നോട്ട് മൂവ് ആയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നിങ്ങളുടെ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഓഫ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ഓഫാക്കി കൊടുക്കുക. ഓഫാക്കി കൊടുക്കാനായിട്ട് ജസ്റ്റ് മേളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓഫാക്കി കൊടുക്കാനായിട്ട് കഴിയും. ഓക്കെ, ഞാനിത് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു. റൈറ്റ് സൈഡിലേക്കുള്ള ഹാൻഡ് സിഗ്നൽ കാണിച്ച് വാഹനം എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, മെല്ലെ ഞാനിത് ക്ലച്ച് ചെയ്യുന്ന അയക്കുന്നു. ഒപ്പം ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് വാഹനം എടുക്കുന്നു. വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ട് ഒരു മാർഗം പറഞ്ഞുതരാം. നിരപ്പ് റോഡിലാണെങ്കിൽ ജസ്റ്റ് പതുക്കെ ക്ലച്ച് എന്ന് അയക്കുമ്പോൾ തന്നെ വാഹനം മെല്ലെ മൂവ് ആകുന്നുണ്ടായിരിക്കും. മൂവ് ആകുന്നതിന് അനുയോജ്യമായിട്ട് ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുക. ഇതൊരു നിരപ്പ് റോഡിലാണെങ്കിൽ. ഇനി ഒരു കയറ്റത്താണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ക്ലച്ച് എന്ന് അയക്കുന്നതിനോടൊപ്പം, അതായത് ഹാഫ് ക്ലച്ചിൽ വന്നിട്ട്
ചെറുതായിട്ട് ആക്സിലേഷൻ കൊടുക്കുക. ഹാഫ് ക്ലച്ച് വരുമ്പോൾ വാഹനം മുന്നോട്ട് മൂവ് ആകുന്ന ഒരു പൊസിഷൻ വരുമല്ലോ, അവിടുന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, മെല്ലെ ആക്സിലേഷൻ കൊടുക്കുക. മെല്ലെ ആക്സിലേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ഫുഡ് പെഡൽ കൺട്രോൾ ചെയ്യുന്നതൊന്ന് നോക്കുക. മെല്ലെ ആക്സിലേഷൻ കൊടുക്കുമ്പോൾ വാഹനം ഇങ്ങനെ റോഡിലേക്ക് പ്രവേശിക്കും. റോഡിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി, ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വാഹനത്തിൻ്റെ ഇൻഡിക്കേഷൻ ഓഫ് ആയിട്ടുണ്ട്. കാരണം എന്താണ്, നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ചപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഡിക്കേഷൻ ഓഫായി. ഇനി ഓഫ് ആയില്ലെങ്കിൽ മാത്രം നമ്മൾ ഇൻഡിക്കേറ്റർ സ്വിച്ച് ഒന്ന് ഓഫ് ആക്കി കൊടുക്കുക. പിന്നെ റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ വണ്ടിക്ക് മൂവ് ആക്കിയതിന് ശേഷം അടുത്തൊരു ഗിയർ കൊടുക്കുക. ഇപ്പം ഞാനിത് സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. എപ്പോഴും വണ്ടി ഓഫ് ആകാതെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ മൂവ്മെന്റിൽ ഓരോ ഗിയറും കൊടുക്കുക. അതായത് ഇപ്പം ഞാൻ സെക്കൻഡിലാണ് പോകുന്നത്, ഇനി തേർഡിലേക്ക് ഇടുമ്പോൾ ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക. ആക്സിലേഷൻ കൊടുത്ത വണ്ടിക്ക് ഞാൻ മൂവ് ആക്കുന്നു, ആക്സിലേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് ചവിട്ടുന്നു, തേർഡ് കൊടുക്കുന്നു. ഇങ്ങനെ മൂവ്മെന്റിൽ ഇട്ടാലുള്ള ഒരു ഗുണം, ഓൾറെഡി ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നത് കൊണ്ട് തന്നെ വണ്ടി റൺ ചെയ്ത് നിൽക്കും. ആ ഒരു സമയത്ത് നമുക്ക് ക്ലച്ച് ചവിട്ടിയിട്ട് അടുത്തൊരു ഗിയർ ഇടാൻ സാധിക്കും. പെട്ടെന്ന് ക്ലച്ച് എന്ന് കാലയച്ചാലും വണ്ടി ഓഫ് ആകത്തില്ല. ഇപ്പൊ തേർഡിലാണ് പോകുന്നത്, വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ഫോർത്ത് ഗിയർ കൊടുക്കും. കണ്ടില്ലേ? അപ്പൊ നമുക്ക് ഓഫ് ആകാതെ തന്നെ ഓരോ ഗിയറും ഷിഫ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അഡ്വാൻസ് ആയിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അഡ്വാൻസ് ആയിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്താലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ വണ്ടി ഓഫ് ആകാതെ തന്നെ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാം. ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം നമ്മൾ തേർഡ് ഗിയറിൽ പോകുന്നു, വീണ്ടും ഞാൻ ഫോർത്ത് കൊടുത്തു. നമ്മൾ ഇങ്ങനെ ഫോർത്ത് ഗിയറിൽ പോകുന്നു, പെട്ടെന്ന് നമുക്ക് തേർഡ് ഗിയർ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ് മുന്നിൽ വരുന്നതെങ്കിൽ ഒരു ഗട്ടർ കണ്ടു കഴിഞ്ഞാൽ നേരത്തെ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുക. അതായത് ഫോർത്തിൽ നിന്ന് കുറച്ച് നേരത്തെ തേർഡ് ഇട്ട് കൊടുക്കുക. ഇനി തേർഡിലും പോകുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ നേരത്തെ സെക്കൻഡ് ഗിയർ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഓഫ് ആകാതെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നിങ്ങൾക്ക് വണ്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുക. ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഓൾറെഡി നമ്മളുടെ വാഹനം ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയാൻ പോകുന്നു എന്ന് കൃത്യമായിട്ട് പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് മനസ്സിലാകും. ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, മെല്ലെ സ്ലോ ഡൗൺ സിഗ്നൽ കാണിക്കുക. സ്ലോ ഡൗൺ സിഗ്നൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൈ ഇങ്ങനെ റോഡിന് വെളിയിലേക്ക് താഴോട്ട് കൈയുടെ വെള്ള വരുന്ന രീതിയിൽ, നേരെ തിരിച്ചല്ല, താഴോട്ട് കൈയുടെ വെള്ള വരുന്ന രീതിയിൽ ഇങ്ങനെ കൈ വെക്കുക. അതിനുശേഷം 3 തവണ പൊക്കുകയും താക്കുകയും ചെയ്യുക. അതായത് ഈ ഒരു രീതി 1 2 3 ഇങ്ങനെ കാണിച്ച് നിങ്ങൾ വാഹനം റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് വരിക. ഒപ്പം എന്ത് ചെയ്യണം, നിങ്ങൾ സ്റ്റോപ്പ് സിഗ്നലും കാണിക്കുക. സ്റ്റോപ്പ് സിഗ്നൽ ഒരു എൽ ഷേപ്പിൽ വരും. ഇനി നിങ്ങൾ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് പാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുക. ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുത്തതിന് ശേഷം വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വാഹനം ഒതുക്കുക. ഒതുക്കുന്നതിനോടൊപ്പം തന്നെ സ്ലോ ഡൗൺ സിഗ്നൽ കാണിക്കുക. സ്ലോ ഡൗൺ എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിൽ കാണിക്കണം. നിങ്ങളുടെ കൈയുടെ വെള്ള റോഡിന് താഴോട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ വെക്കുക. അതിനുശേഷം 1 2 3 ഇങ്ങനെ 3 തവണ കാണിക്കുക. വണ്ടി സൈഡ് ഒതുക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ സ്റ്റോപ്പ് സിഗ്നലും കാണിക്കുക. ഈ ഒരു രീതിയിലായിരിക്കണം സ്റ്റോപ്പ് സിഗ്നൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കൃത്യമായിട്ടുള്ള ഈ പോയിന്റുകൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ 1 by 1 ആയിട്ട് വാഹനം ഓടിക്കുമ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ റോഡ് ടെസ്റ്റ് പാസ്സാകാൻ കഴിയുന്നതാണ്. പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ആത്മവിശ്വാസത്തോടെ നിങ്ങൾ വാഹനം ഓടിക്കുക. ഒരുപാട് പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വാഹനം ഓടിച്ച് നിങ്ങൾക്ക് പാസ്സാകാൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ വാഹനം ഓഫ് ആകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുവേണ്ടി നിങ്ങൾ ഫുഡ് പെഡൽ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യണം. ഒരുപാട് കട്ടിയുള്ള കനമുള്ള ചെരുപ്പുകളൊക്കെ യൂസ് ചെയ്യാതെ നിങ്ങൾ വാഹനം ഓടിക്കുക. ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും മൂവ്മെന്റിൽ വണ്ടിക്ക് മൂവ് ആക്കിയതിന് ശേഷം ഓരോ ഗിയറും ഷിഫ്റ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് വാഹനം ഓഫ് ആകാതെ തന്നെ ഓരോ ഗിയർ മുന്നോട്ടിടാനായിട്ട് കഴിയും. ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, അതായത് ഫോർത്തിൽ നിന്ന് തേർഡിലേക്കും സെക്കൻഡിലേക്കും ഒക്കെ ഇടുമ്പോൾ നിങ്ങൾ വലിമുട്ടാതെ അഡ്വാൻസ് ആയിട്ട് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സാഹചര്യങ്ങളിൽ ഏറ്റവും എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക.